1, 2, 3, 4. വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പുചിപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോൾ ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രേക്കിന്റെ പ്രതിമ. കടന്നു വരൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. കണ്ടില്ലേ ഏതോ താങ്കളുടെ വീട്ടിലെ കാരണവരാ വട്ട് പിടിക്കുന്ന തോന്നെ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. ഹലോ മിസ്റ്റർ ഭാസ്കരൻ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. ചായ എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്നു. സോറി, റോങ് കമാൻഡ്. ചായ പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ ഞാൻ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല. ഒരാളിപ്പോ ഇങ്ങോട്ട് ഓടിയോ? ഓടി ഗർവാസീസാന്റെ കാല് തല്ലി ഓടിച്ചോല്ലേ? അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ, എങ്ങോട്ടാ ഓടിയെന്നറിയാലോ. എന്താണ് അവിടെ? ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കുന്നത്. എന്റെ അമ്മേ, ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാർ പത്രത്തിലിടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് നല്ല കാര്യം. എടാ ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായം ഇളവ് രാഷ്ട്രീയ രംഗത്ത് വളർന്നു. ഇത് എവിടെ കിടക്കുന്നത്? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഓട്ടയുണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെപ്പ എടുത്തു. കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി? ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. റെഡി. സ്മൈൽ. റെഡി. സഞ്ജു, നിങ്ങളുടെ പൈസ തന്നെ അവിടെ സെറ്റിൽ ചെയ്യട്ടെ. അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇട്ട് കൊടുത്താ മതി. അവൻ ചോദിച്ചായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നിനക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാന്ന് പറഞ്ഞ് പോയ ആരെങ്കിലും നീ ചോദിക്കാണ്ട് പിന്നെ ഇട്ട് തന്നിട്ടുണ്ടോ? അതില്ല. അതാണ്. അപ്പൊ ആവശ്യക്കാരന് ഔചിത്യം വേണം. അവന് ആവശ്യമുള്ളപ്പോ അവൻ ചോദിച്ചോളൂ. എത്തിക്സ്. കഷ്ടം. എടാ പിന്നെ ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞില്ല. ചോദിക്കുമ്പോ കൊടുക്കും. മനസ്സിലായി? ചിലവന്മാരുണ്ട് 1-2 തവണ ചോദിച്ചിട്ട് അതങ്ങോട്ട് വിടും. ചില നാണം കെട്ടവന്മാരുണ്ട് ഇങ്ങനെ പുറകെ നടന്ന് താ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും. പിന്നെ ശല്യം കാരണം ഞാൻ അങ്ങ് കൊടുത്തു വിടും. മണി ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. കാളവണ്ടി ഞാൻ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച. ശ്രീഹള്ളി ഞങ്ങൾക്ക് പോണം അങ്ങോട്ട്. അങ്ങള് അവിടെ പോണം. അതെ, അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. അങ്ങള് പോളം. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. ശ്രീഹള്ളി പോളം വലി. വഴി ശ്രീഹള്ളി പോണ വഴി ഏത്? അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരിത് എവിടെ പോയതാ? സാധാരണ 12 മണിക്ക് എത്തുന്നാണല്ലോ. മഴ പെയ്യുന്നതായിരുന്നു വല്ല കടത്തിനാലും കയറി വെക്കണ്ടാവും. അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. പെൻഷൻ പറ്റിയെന്ന് വെച്ച് നിന്റെ അച്ഛൻ ഇപ്പോഴും ഒരു പ്രവചനം നടത്തിയ അച്ചട്ടാ. അതുള്ളതാ.
ടെറസ് തുണി വല്ലതും ഉണങ്ങായിട്ടിട്ടുണ്ടോ? എന്താ മഴ പെയ്യോ? പിന്നെ 4.25 സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനത് ധാരാളം മതി. പോയെടുക്കൂ. ആ ഭാരതം ഭാരതമല്ല ഭാരതം ബിരിയാണിയുടെ പായുടെ അടിയിൽ നാഗങ്ങൾ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും. ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ ഇവിടെ അധിക പ്രസംഗി തോന്നിയാസം പറയുന്നു. കൈ നാട്ടു തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് തുടക്കം. പറ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്താ ഉച്ചരിക്കുക? പായുടെ മുകളിലല്ലേ സർ നാ കിടക്കാം? ഒന്നുകൂടി ഞെക്കിപ്പിടി.